ആയിക്കോട്ടെ. എനിക്കിപ്പോ എന്റെ ആരുമല്ല ഇവിടെ ഉള്ള സ്ഥാനാർത്ഥികൾ ആരും എനിക്ക് ഒരു ബന്ധുക്കളും അല്ല. ഞാൻ എന്റെ വികാരവും എനിക്കറിയാം എന്താണ് കേട്ടാ കേട്ടോ. എനിക്ക് നിങ്ങളിപ്പോ വന്നത് ഒരു മെഡിക്കൽ കോളേജിൽ ഒരു ഗുണ്ടെന്ന് പറഞ്ഞാണ്. ഒരു ഗുണ്ടയല്ല, ഞാൻ ഒരു ഗുണ്ടേരെയും വീട്ടിലല്ല. ഞാൻ CPM സർക്കാർ സർക്കാർ ജോലി ഏൽപ്പിക്കുന്ന ജോലി ഞാൻ ചെയ്യും. നിങ്ങൾ ചെയ്യും. ഇവിടെ വരുന്ന വോട്ടർമാർ മുഴുവൻ ബന്ധുക്കളും. അതായിക്കോട്ടെ. അത് വെളിയിൽ 100 മീറ്റർ അവരെ വീട്ടിൽ പോയി ക്യാൻവാസ് എല്ലാം ചെയ്യാം. അകത്ത് കയറാൻ നേരത്തെ വരാം, അല്ലെങ്കിൽ പോളി പോവാം. എനിക്ക് എല്ലാ ബൂത്തിലും പോകാനുള്ള ഇതാണ് തന്നിരിക്കുന്നത്. എല്ലാ ബൂത്തിലും പോകാനുള്ളത് ആയിക്കോട്ടെ. നമുക്ക് കയറാം, അവിടെ തിരക്കാൻ പോവാം. ഇതിന്റെ അകത്ത് നിൽക്കരുത്. മറ്റുള്ള പാർട്ടിക്കാർ കൂടെ ഇവിടെ കയറാം. ആര് മറ്റുള്ള പാർട്ടി പറയുന്നത്? മറ്റുള്ള പാർട്ടി ആര് പറഞ്ഞ? സാറിന് ആരോട് പറഞ്ഞു? മറ്റുള്ള എല്ലാ പാർട്ടിക്കാരും പരാതി ഉള്ളതുകൊണ്ടാണ്. ഞാൻ ഉള്ളൂരിലെ ഉള്ളൂർ വാർഡിലെ കൊട്ടാരം ബൂത്ത്, ഉള്ളൂർ വാർഡിലെ കൊട്ടാരം ബൂത്ത് അങ്ങനെ പറഞ്ഞത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉള്ളൂർ വാർഡിലെ കൊട്ടാരം ബൂത്ത്. ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഒരു ആളും ഇവിടെ വന്ന് ആൾക്കാരോട് സംസാരിച്ചിരിക്കുന്നു. അത് പിന്നെ ഏജന്റ് എന്ന് പറയുന്ന ഒരാളും അതുപോലെ തന്നെ അദ്ദേഹത്തിനൊക്കെ പറഞ്ഞ് ഏജന്റിനെ അകത്ത് കയറിയിരിക്കുക, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ആൾക്കാരോട് സംസാരിച്ച് പുറത്തോട്ട് ഇറങ്ങും. അവർ അതിന് വിസമ്മതിക്കും. അറസ്റ്റൊന്നും ചെയ്യില്ല. എല്ലാ സ്ഥലങ്ങളും ഇവിടെ വരുമ്പോ നമുക്ക് ബുദ്ധിമുട്ട് അവശ്യം അയക്കുന്നുണ്ട്. കണ്ടോ ശ്രീകണ്ഠനുണ്ടല്ലോ. ആയിക്കോട്ടെ. എനിക്കിപ്പോ എന്റെ ആരുമല്ല ഇവിടെ ഉള്ള സ്ഥാനാർത്ഥികൾ ആരും എനിക്ക് ഒരു ബന്ധുക്കളും അല്ല. ഞാൻ എന്റെ വികാരവും എനിക്കറിയാം എന്താണ് കേട്ടാ കേട്ടോ. എനിക്ക് നിങ്ങളിപ്പോ വന്നത് ഒരു മെഡിക്കൽ കോളേജിൽ ഒരു ഗുണ്ടെന്ന് പറഞ്ഞാണ്. ഒരു ഗുണ്ടയല്ല, ഞാൻ ഒരു ഗുണ്ടേരെയും വീട്ടിലല്ല. ഞാൻ CPM സർക്കാർ സർക്കാർ ജോലി ഏൽപ്പിക്കുന്ന ജോലി ഞാൻ ചെയ്യും. നിങ്ങൾ ചെയ്യും. ഇവിടെ വരുന്ന വോട്ടർമാർ മുഴുവൻ ബന്ധുക്കളും. അതായിക്കോട്ടെ. അത് വെളിയിൽ 100 മീറ്റർ അവരെ വീട്ടിൽ പോയി ക്യാൻവാസ് എല്ലാം ചെയ്യാം. ബൂത്തിന്റെ അകത്ത് ക്യാൻവാസ് പാടില്ലെന്നേ പറഞ്ഞോളൂ. ബൂത്തിനകത്ത് അതെ ശ്രീകണ്ഠൻ അവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഇങ്ങോട്ട് വന്ന സ്ഥാനാർത്ഥിയായിട്ട് വിമത സ്ഥാനാർത്ഥിയില്ലേ LDFന്റെ എല്ലാ സ്ഥാനാർത്ഥിയും കൂടെ ഇതുപോലെ ഇതിന്റെ അകത്തൊന്നും സംസാരിച്ചുള്ള അവസ്ഥ വരട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് അനുവാദമില്ല. മോളിൽ നിന്നുള്ള നിർദ്ദേശമാണ്. നമ്മൾ ജില്ലാ കളക്ടർ നിങ്ങളെ നിർദ്ദേശം അനുസരിച്ചല്ല ജോലി ചെയ്ത്, ജില്ലാ കളക്ടറുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങൾ ജോലി. ജില്ലാ കളക്ടറെ മറ്റേ സംസ്ഥാന കമ്മിറ്റി ജില്ലാ കളക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ജോലി ചെയ്യുന്നവരാണ്. ഞാൻ തർക്കിക്കാനല്ല, ഇദ്ദേഹമാണ് തർക്കിക്കാൻ നിൽക്കുന്നത്. കാര്യം രാവിലെ ഒരേ ഇവിടെ നിന്ന് സംസാരിക്കണം. മറ്റുള്ള സ്ഥാനാർത്ഥികൾ ഇതുപോലെ വന്ന് ക്യാൻവാസ് ചെയ്ത ഉള്ള അവസ്ഥ ഓരോ ബൂത്തിന്റെ അകത്ത് നിന്ന് മറ്റുള്ളവരെ കൂടുതൽ സംസാരിക്കുന്നത് ക്യാൻവാസിംഗ് ആണ്. അതുകൊണ്ടാണ് പറയുന്ന സ്ഥാനാർത്ഥിയിലോട്ട് മറ്റുള്ളവർ നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. നേരത്തെ ഇപ്പൊ പുള്ളി എന്തോ പറഞ്ഞു, സ്ഥാനാർത്ഥിക്ക് ബൂത്ത് വിസിറ്റ് ചെയ്യാം. എന്ത് കുഴപ്പം? ബൂത്തിൽ വരാം. ഇദ്ദേഹത്തിന്റെ നിർദ്ദേശം വേണ്ട. ഇദ്ദേഹം വോട്ട് ചെയ്തല്ല. 100 മീറ്റർ അപ്പുറത്ത് നിന്ന് നിങ്ങൾക്ക് ക്യാൻവാസിംഗ് ആവാം, എന്തോണോ ആവാം. ക്യാൻവാസിംഗ് ബൂത്ത് പറ്റുന്നേ പറഞ്ഞോളൂ. നിങ്ങൾക്ക് സ്ഥാനാർത്ഥിക്ക് ബൂത്ത് വരാം, പര്യടനം നടത്താം. അത് ഇലക്ഷൻ കമ്മിറ്റി അനുവദിക്കുന്നുണ്ട്, കുഴപ്പമില്ല. വോട്ട് ചെയ്തിട്ട് ഇറങ്ങി വരുന്നവൻ എന്ത് ക്യാൻവാസിംഗ്? വോട്ട് ചെയ്യാൻ വരുന്ന അയാൾ വെറുതെ ഫ്രീ ആയിട്ട് വോട്ട് ചെയ്ത് പോകുക. നേരം ഇവിടെ തിരുത്തരുന്നേരം ഇവിടെ വന്നില്ലല്ലോ ഇഷ്യൂ ഉണ്ടാക്കാൻ. നിങ്ങൾക്ക് ബൂത്ത് വിസിറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരെ കാണാം. അത് 100 മീറ്ററിനപ്പുറത്ത് നമ്മൾ വരികയില്ല. 100 മീറ്റർ അപ്പുറത്ത് നമ്മൾ വരില്ല. കാണാം. 100 മീറ്റർ അപ്പുറത്തൂടെ അല്ലേ അവർ വരണം. അവരെ കണ്ടുകൂടെ? വീട്ടിന്റെ അകത്ത് മാത്രം നിന്നാലേ കാണാൻ പറ്റുള്ളൂ. സ്ഥിരമായിട്ട് എല്ലാ തവണയും ഒന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. എനിക്കറിയാം എന്താണ് വിഷയം എന്നൊക്കെ.